ഇന്ത്യയും ചൈനയും അടക്കം 16 രാജ്യങ്ങൾക്കെതിരെ ട്രംപിന്റെ കടുത്ത നീക്കം. വിദേശ രാജ്യങ്ങളിലെ ഉൽപാദന രീതികളെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പുതിയ വ്യാപാര അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെ യുഎസിന്റെ വ്യാപാര പങ്കാളിയായ 16 രാജ്യങ്ങളാണ് ഈ അന്വേഷണ പരിധിയിൽ വരുന്നത്. വിദേശ രാജ്യങ്ങളിലെ അന്യായമായ നിർമ്മാണ രീതികളും വ്യാപാര നയങ്ങളും അമേരിക്കൻ താൽപര്യങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മുമ്പ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവകൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 301 പ്രകാരമാണ് ഈ അന്വേഷണം നടക്കുക. ഇന്ത്യയെ കൂടാതെ ചൈന, യൂറോപ്യൻ യൂണിയൻ, മെക്സിക്കോ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നീ പ്രമുഖ വ്യാപാര പങ്കാളികളും പട്ടികയിലുണ്ട്. ബംഗ്ലാദേശ്, മലേഷ്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും നിരീക്ഷണത്തിലാണ്. അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ ആണ് അന്വേഷണം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പല രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര ആവശ്യത്തെക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നുവെന്നും ഇത് അന്താരാഷ്ട്ര വിപണിയിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നുമാണ് ജാമിസൺ ഗ്രീറിന്റെ വാദം. ഇത്തരം അമിത ഉൽപാദനം അമേരിക്കയിലെ വ്യവസായ മേഖലയെയും തൊഴിലവസരങ്ങളെയും തകർക്കുന്നുവെന്ന് ഭരണകൂടം ആരോപിക്കുന്നു. അമേരിക്കൻ തൊഴിലാളികൾക്ക് മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിലുകൾ ഉറപ്പാക്കാനും നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനുമാണ് ഈ നടപടിയെന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നത്. അന്വേഷണത്തിന് ശേഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. അടുത്തിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% നിന്ന് 18% അമേരിക്ക കുറച്ചിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നായിരുന്നു ഈ ഇളവ്. വ്യാപാര കരാർ ചരിത്രപരമെന്ന് ഇരു രാജ്യങ്ങളും പ്രകീർത്തിച്ചിരുന്നു. അതേസമയം അമേരിക്കൻ സർവകലാശാലകളിലേക്കുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വരവിൽ കഴിഞ്ഞ വർഷം വൻ ഇടിവ് രേഖപ്പെടുത്തിയതായാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് ക്രോണിക്കിൾ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന F1 വിസകളുടെ എണ്ണത്തിൽ മുൻപ് എങ്ങുമില്ലാത്ത വിധം കുറവുണ്ടായിട്ടുണ്ട്. 2025 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മാത്രം വിസ അനുവദിക്കുന്നതിൽ 36% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 97,000 വിസകളുടെ കുറവാണ് കാണിക്കുന്നത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എത്തുന്ന ഇന്ത്യയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിലാണ് ഏറ്റവും വലിയ ഇടിവുണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വേനൽക്കാലത്ത് ഏകദേശം 22,000 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിസ ലഭിച്ചത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 60%-ലധികം കുറവാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഈ കുത്തനെയുള്ള ഇടിവ് അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.